Welcome to Tasty Buds. ഹായ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? പിന്നെ ഇന്ന് പുതിയൊരു വിഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് വേറൊന്നുമല്ല, ഒരു റൈസ് ഐറ്റമാണ്. ഒരു ക്യാബേജ് റൈസാണ്. ക്യാബേജ് റൈസിൽ നമ്മൾ കുറച്ച് ലിറ്റിൽ സ്പൈസാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ക്യാരറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ക്യാബേജ് റൈസിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം കടുക് വേണം, 1 ടീസ്പൂൺ കടുക് വേണം. അതുപോലെ 1 ടീസ്പൂൺ വലിയ ജീരകം വേണം. പിന്നെ പീനട്ട്സ് വേണം, തൊലിയുള്ളതായാലും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ കുറച്ച് കാഷ്യൂസ് വേണം. ഒരു സവാള നുറുക്കിയതാണിത്, മീഡിയം സവാളയാണ്. അതുപോലെ ഒരു 3 പച്ചമുളക്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എരിവില്ലാത്ത കാരണം ആണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ക്യാബേജ് ഇതൊരു 3 കപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മസാലപ്പൊടികൾ ഞാൻ ഇടുമ്പോൾ പറഞ്ഞുതരാം. ഇത് കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതായത് 1 കപ്പ്, ഇതിന് 1 കപ്പ് റൈസ് ഞാൻ വേവിച്ച് വെച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാം. ബസ്മതി റൈസ് എടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ്. അതുപോലെ പൊന്നി റൈസോ ഏത് റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ 2 ടീസ്പൂണ് തേങ്ങ ചിരവിയതും വേണം. ഞാൻ അതിൻ്റെ പ്രൊസീജിയർ 1 by 1 ആയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ പറയാം. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഉണ്ടായിരിക്കും. ഓയിലൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരട്ടെ. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ബിഗ് ജീരകമാണ് കേട്ടോ. ബിഗ് ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ശരിക്കൊന്ന് ജീരകത്തിൻ്റെ പച്ചവൊക്കെ ഒന്ന് മാറട്ടെ. ഇനി നമുക്കിതിലേക്ക് ജീരകത്തിൻ്റെ പച്ചച്ചുവയൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പീനട്ട്സ് ഇട്ട് കൊടുക്കാം. പീനട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. അതുപോലെ നമുക്ക് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും കേട്ടോ. മറ്റേ പീനട്ട്സ് അതുപോലെ കാഷ്യൂസ് ഒരു 9 10 ഒക്കെ ഉണ്ടായിരിക്കും. അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഓണിയൻ ഇട്ട് കൊടുക്കാം. അതുപോലെ ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണം.
നമുക്കൊരു 2 ടീസ്പൂൺ ഇട്ടിട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്തൊക്കെയെന്ന് ഞാൻ പറയാം. മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉണ്ടാവുള്ളൂ. പിന്നെ മുളക് പൊടി വേണം. മുളക് പൊടി നമുക്ക് ഏകദേശം 1 ടീസ്പൂൺ ഇടാം. പിന്നെ നമുക്ക് ഗരം മസാല വേണം. ഗരം മസാല ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നു. നന്നായി മിക്സ് ചെയ്യുക. മസാലയുടെ ചുവയൊന്ന് മാറുന്ന വരെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സ്മെല്ല് നമുക്ക് ഇങ്ങോട്ട് വരണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസാലയുടെ സ്മെല്ലൊക്കെ റോ സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം നല്ല സ്മെല്ലാണ്. എല്ലാം കൂടി യോജിച്ചിട്ടുള്ള സ്മെല്ലാണ് വരുന്നത്. നമ്മുടെ ഗരം മസാലയുടെയും ഒക്കെ സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തേക്കും. ഈ മസാല നന്നായി ഈ റൈസിൽ പിടിക്കണം കേട്ടോ. ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ജീരകമൊക്കെ നല്ല ചുവയുണ്ട് കേട്ടോ, ജീരകത്തിൻ്റെ ഒക്കെ. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. അങ്ങനെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ കാബേജിൻ്റെ ഒക്കെ. അപ്പം നമ്മൾ ഇട്ട് കൊടുത്ത ആ റൈസിൽ ഇതെല്ലാം ഈ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. നമുക്കത് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് തേങ്ങ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ചേർക്കാനുള്ളത് കോറിയൻഡർ ലീവ്സാണ്, അതായത് മല്ലിയില. നമുക്കിനി മല്ലിയില ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മല്ലിയിലയും അതുപോലെ കറിവേപ്പിലൊക്കെ ചോറിൻ്റെ റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവട്ടെ. നിങ്ങൾക്ക് റൈസിൻ്റെ ഇത് കൂട്ട് കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. റൈസ് 2 കപ്പ് എടുക്കുക. അതിനനുസരിച്ച് നിങ്ങൾ കാബേജും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ കൂടുതൽ എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കാബേജ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അതിന് മുമ്പ്. നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
ഉപ്പൊക്കെ ഇപ്പോൾ നല്ല പാകത്തിനുണ്ട്. ഉപ്പ് പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്, ക്യാബേജ് റൈസ്. നമുക്കിനി സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്യാബേജ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തിയാണ് കേട്ടോ, വെജിറ്റബിൾസൊക്കെ ഉള്ള കാരണം. പിന്നെ അധികം എരിവൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പച്ചമുളകിന് പകരം ക്യാപ്സിക്കൊക്കെ യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനൊക്കെ പറ്റും. എല്ലാവരും ഇത് നന്നായി ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ്സ് അറിയിക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ എന്നും പറയുന്ന പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് വീഡിയോസ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ വിഭവമായിട്ട് നമുക്ക് കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.